ടീമുകൾ ഫോറിൻ സൈനിങ്സ് ഒന്നും തന്നെ നടത്താതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈയിടെയായിട്ട് കാണുന്നതാണ്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഈ ഒരു കൂട്ടത്തിൽ ട്രോഫി ഇല്ലാത്തത്. സോ എന്നാൽ തന്നെ ഒരു വലിയ വിമർശനം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്കാണ് ആരാധകർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും മറ്റുള്ള ടീമുകൾക്ക് അത്ര കണ്ടൊരു വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ല. സോ അതിനാൽ തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു ജീസസ് ജിമിനസിനെ ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ട് പോകാനായിട്ടുള്ള അനുമതി കൊടുക്കുകയും അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ വന്നപ്പോൾ അദ്ദേഹം ആ ഒരു ക്ലബിലേക്ക് ചേക്കേറുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ടീം ടീം വിട്ട് ഇദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ പോയ ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം ഇദ്ദേഹം കാഴ്ചവെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സോ ഇദ്ദേഹത്തിന് വരുവാനായിട്ട് പോകുന്ന ISL സീസണിന് മുന്നോടിയായിട്ട് ഒരു പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ISL സീസൺ വരുവാനായിട്ട് പോകുന്ന ISL നടക്കുമോ എന്നൊരു സംശയം ആരാധകർക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ISLുമായി ബന്ധപ്പെട്ടുള്ള അൺസർട്ടനിറ്റി നിലവിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീസസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നത്. സോ ISLുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ ഉടനെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കോർട്ടിൻ്റെ വിധി അനുസരിച്ചായിരിക്കും ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ISLുമായി ബന്ധപ്പെട്ടുള്ള ഇനി എന്താണ് നടക്കേണ്ടത് അല്ലെങ്കിൽ ISL ഇനി എന്ന് നടക്കും എന്ന തരത്തിലുള്ള ഒരു ഡിസിഷൻ വരിക. ISL നിർത്തി പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെയാണ്. കാരണം ഒരുപാട് പീപ്പിൾസ് അല്ലെങ്കിൽ ആളുകളാണ് ഈ ഒരു ലീഗുമായി ബന്ധപ്പെട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ എന്നാൽ തന്നെ പെട്ടെന്നൊരു ടൂർണമെൻറ്റ് ഇല്ലാതാക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ ഇരുന്ന ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഫോറിൻ സ്കൗട്ടിങ് വീണ്ടും പുനരാരംഭിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നതും അതിന് തൊട്ട് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ഒരു എസക്കിയൽ ഹെൻഡി എന്ന് പറയുന്ന നൈജീരിയൻ താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന തരത്തിലും ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 32 വയസ്സുകാരനായിട്ടുള്ള നൈജീരിയൻ താരമാണ് ഇദ്ദേഹം. അവിടെ തന്നെ നിലവിൽ ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ലീഗിലാണ്. അതിനും പുറമെ ഇദ്ദേഹത്തിന് വൈഡായിട്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യവും വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഏകദേശം 20ഓളം ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള താരമാണ്. സോ അതിനെല്ലാം പുറമെ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ കോച്ചായിട്ടുള്ള ഡേവിഡ് കെറ്റാലയുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം നിലവിൽ വ്യക്തമാവുന്നുണ്ട്. സൈപ്രസ് ലീഗിലായിരുന്നു ആയിരുന്നു ഇദ്ദേഹവുമായിട്ട് നമ്മുടെ കോച്ചായിട്ടുണ്ടായിരുന്ന ഡേവിഡ് കെറ്റാല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇദ്ദേഹം വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര താരമായിട്ട് ഒരു ജീസസ് ജിമിനസിൻ്റെ പകരക്കാരനായിട്ട് ടീമിലേക്ക് എത്തുവാനായിട്ട് സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളായിട്ട് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും ഈ ഒരു വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് അത്ര വിശ്വസനീയമായ സോഴ്സിൽ അല്ലെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ലാത്ത തരത്തിൽ ഒരു പ്രതീക്ഷ വെക്കാൻ സാധിക്കുമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഈ ഒരു വാർത്ത ഒരു റൂമർ അടിസ്ഥാനത്തിൽ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്നൊരു കാര്യം. ബ്ലാസ്റ്റേഴ്സിന് ഇനി വരുവാനായിട്ട് പോകുന്ന ISL സീസണിന് മുന്നോടിയായിട്ട് ചില നീക്കങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. അതിലൊന്നായിരുന്നു ശ്രീകുട്ടൻ്റെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടും ഒരുപാട് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2027 വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലെ ബാക്കിയുള്ള വിദേശ സ്പോട്ടുകൾ എങ്ങനെയായിരിക്കും ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് വരുവാനായിട്ട് പോകുന്ന ISL സീസൺ ആദ്യം നടക്കുമോ എന്നൊരു കാര്യം കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കോർട്ടിൻ്റെ ഒരു വിധി വരേണ്ടതായിട്ടുണ്ട്. സോ കണ്ടു തന്നെ അറിയാം ISLൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.